നിന്റെ വീട് സുവിശേഷ ഭവന. ഓ ഹല്ലേലൂയ, നല്ല വിശേഷമേ ഉള്ളൂ. വിശേഷം എന്നാ ഉണ്ട്? അയ്യോ, നല്ല വിശേഷമേ ഉള്ളൂ. കെട്ട വിശേഷം ഒന്നുമില്ല. അത് 2025 തീർന്നു പോയി. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷമേ ഉള്ളൂ. എനിക്ക് മാത്രമേ നല്ല വിശേഷമേ ഉള്ളൂ. എന്നാ ഉണ്ട് വിശേഷം? അയ്യോ, ഭയങ്കര വിശേഷമല്ലയോ, ഭയങ്കര വിശേഷമല്ലയോ. അടുത്ത കൂടാത്ത പ്രകാശത്തിൽ വസിച്ചവൻ ഇറങ്ങി വന്നില്ലയോ, ഭയങ്കര വിശേഷമല്ലയോ. ഓ ഹല്ലേലൂയ, ഭയങ്കര വിശേഷം. യെശയ്യാവ്, മോശ ഉൾപ്പെടെയുള്ള പ്രവാചകന്മാർ എഴുതിയതനുസരിച്ച് ദൈവകൃപയാൽ അവൻ ജീവിച്ചു. അതെ, ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് ചെയ്തതെല്ലാം നമ്മൾ ഡയറിയിൽ കുറിക്കുന്നത്. പക്ഷെ അവൻ്റെ കാര്യം അങ്ങനെയല്ല. അവൻ ചെയ്യും മുമ്പേ തന്നെ പ്രവാചകൻ ആൾറെഡി, അവൻ്റെ ലോക്കൽ അപ്പൻ യോസഫ് ജനിക്കുന്നതിന് മുമ്പ്, അമ്മ മറിയ ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവൻ എങ്ങനെ ജനിക്കും, എങ്ങനെ വളരും, എന്തോ തിന്ന് വളരും, അവൻ എങ്ങനെ ജീവിക്കും എന്ന് എക്സാക്ട്ലി സംഭവിച്ചു. ഭയങ്കര വിശേഷമല്ലയോ, ഭയങ്കര വിശേഷം. വിശേഷം എന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും തീരത്തില്ല. അതാണ് സുവിശേഷം. എത്ര പറഞ്ഞാലും തീരാത്ത വിശേഷം, അതിൻ്റെ പേരാണ് സുവിശേഷം. ഇനി ഒരു 120 വയസ്സ് വരെ ബ്രദർ സുരേഷ് ബാബു ജീവിച്ചിരുന്നാലും എൻ്റെ കർത്താവിനെ കുറിച്ച് പറഞ്ഞ് തീരത്തില്ല. കാര്യം അവൻ ആകാശത്തെക്കാൾ വിശാലമാണ്, അവൻ എവറസ്റ്റിനേക്കാൾ ഉയരമുള്ളവനാണ്, അവൻ ബർമുഡ ട്രയാങ്കിളിനേക്കാൾ ആഴമുള്ളവനാണ്. അവനെ പോലെ ആരാധ്യനാരുമില്ല.